ഹായ് ഗൈസ്, വെൽക്കം ടു ചൈനീസ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുന്നത്. കാരണം ചൈനയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ചൈനയിലെ ഫസ്റ്റത്തെ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് ഷാങ്കായിലാണ്. ഷാങ്കായി പഡോങ് എയർപോർട്ടിലാണ് ഞാനുള്ളത്. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ചൈന എന്നൊക്കെ പറയാം. വിശപ്പാണ്. ഓക്കെ, ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ് വെറുതെ വേസ്റ്റ് ചെയ്താണ്. സോറി, കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? തീർച്ചയായിട്ടും കാണണം. ചൈനീസ് വിസ എങ്ങനെ എടുക്കാമെന്ന്, ഒരു ടൂറിസ്റ്റിന് എങ്ങനെ വരാമെന്നും, പിന്നെ ടൂറിസ്റ്റിനോട് എമിഗ്രേഷൻ ഓഫീസേഴ്സ് പെരുമാറുന്ന രീതി എല്ലാം അതിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മാംഗ്ലൗ ഓഫീസായിട്ട് കയറിയത്, പിന്നെ അത് മദീന ടു മക്കയാണ്. അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോയത് 300 കിലോമീറ്റർ സ്പീഡിൽ, 302. ഇത് അതിനും കൂടുതൽ സ്പീഡിൽ പോകും എന്നാണ് കേട്ടിട്ടുള്ളത്. അത് 300 250 എന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഇതാണ് നമ്മളെ ട്രെയിൻ വരുന്നത്. ഇത് ഫാസ്റ്റസ്റ്റ്, വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ. ഈ സാധനമാണ് കേട്ടോ വരുന്നത്. കൊള്ളാം. ഭയങ്കര തണുപ്പ് ഇവിടെ. ഞാനിതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറുന്ന സീറ്റൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. കൊള്ളാം. വെയിറ്റിംഗ് ഏരിയ ഷാങ്കായ്. വാവ് മാൻ, വേറെ ലെവൽ ഈ സാധനം. പൊളി കണ്ടാൽ തന്നെ പേടിയാവും കേട്ടോ. ഉൾവശം ഇങ്ങനെയാണ്. പൊളി. എന്നുണ്ട് ഫസ്റ്റ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ 300 കിലോമീറ്ററിൽ പറക്കാം. അവിടെ ഉണ്ട് കേട്ടോ ടൈമിങ്ങും, കിലോമീറ്റർ എത്ര സ്പീഡിൽ പോകുന്നൊക്കെ അവിടെ കാണിക്കും. ഗൈസ്, അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടായ അവിടെ തന്നെ പറക്കുകയാണ് കേട്ടോ. പറക്കുന്നൊരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചൈനേൻ്റെ ഒരു ഭാഗം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ചെരിഞ്ഞൊക്കെ പോകുന്നത്. 252 റോഡിൽ വണ്ടി പോകാനായിട്ട് നോക്കി സെക്കൻഡ് കണ്ട. ഈ പുല്ല് പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 300 അടിപ്പിക്കുന്നവരെൻ്റെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ പുല്ലിങ്ങിൽ 300 ആദ്യമായിട്ടാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ദ റിയൽ ചൈന കാണാൻ. ഓക്കെ, കുട്ടി ബൈക്കുകൾ. ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് രണ്ടാർക്കും അറിയില്ല. ഞങ്ങൾക്ക് ആദ്യം സിം കാർഡ് എടുക്കണം. അതന്നെ. വാവ്, വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. നോക്ക് അമ്മച്ചി. നമുക്ക് സിം കാർഡ് കണ്ടുപിടിക്കാം, ആരോടെങ്കിലൊക്കെ ചോദിക്കാം. ഇങ്ങോട്ടാണ് ടൗണെന്ന് തോന്നുന്നത്. കണ്ടിട്ട് കുട്ടി വണ്ടികളാട്ടോ കാണുന്നത്. ചൈനയിൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൈന. ഇവിടെ നമ്മൾ ഞാൻ ഇറാനിൽ നിന്ന് പരിചയപ്പെട്ട ഒരാൾ, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. നമ്മളിവിടെ വന്ന് നമ്മളോട് എക്സിറ്റ് നമ്പർ 5 ആയിരുന്നു പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ 2 ചൈനീസ് ആൾക്കാർ അയാളെ വിളിച്ചിട്ട് പറഞ്ഞ് എക്സിറ്റ് നമ്പർ 1 വരാൻ. മണിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് എന്നൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഫുള്ള് ആൾക്കാരാട്ടോ. നല്ല തണുപ്പ്. ഹ്യൂജ് ബിൽഡിങ്ങുകളാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. ഓക്കെ, നല്ല കൊള്ളാം. നൈറ്റ് ലൈഫ് ആയപ്പോൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതിമനോഹരമായിട്ടുണ്ട്. നല്ല തണുപ്പാണ്. ഇപ്പം -1 ഇവിടുത്തെ. പക്ഷെ മഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല തണുപ്പ്. ബിൽഡിങ്ങിനെല്ലാം നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട്, പിന്നെ നല്ല പരസ്യങ്ങളും ചുറ്റും ബോർഡും. ഈ സൈഡിലൊക്കെ കാണുന്നത് ഇവിടുത്തെ കഫേഴ്സ്, റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ പിന്നെ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ് ലോക്കലാക്കാൻ വേണ്ടി പറ്റില്ല ബ്രാൻഡഡ് ഷോപ്സ്, അങ്ങനെയൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഇവിടുത്തെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവിടുത്തെ ഏരിയ കൂടുതൽ അലങ്കരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 10 ഇവിടെ ന്യൂ ഇയർ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഫുഡിൽ അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുള്ളത്. വാവ്,
ക്യാമറ നോക്കി എന്തോരം ക്യാമറയാണ്. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, അത് തപ്പിയിട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളി സംഭവം ഇറാനിയാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് പുള്ളിയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മൈൻഡ് ആക്കിയില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പം നമ്മളിതാ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് കാണാൻ വേണ്ടി പോവാണ്, ഷാങ്ഹായ് ടവർ. അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നി വേറൊരു കൗതുക കാഴ്ചണ്ട. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഞാൻ സൗദി അറേബ്യയിൽ എത്തിയോന്ന്. നോക്കിയേ, ഓ വാ, ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ വൺ ഓഫ് ദി മേജർ ടവറാണ് ഈ കണ്ടുകൊണ്ടിരുന്നത്. വേറെ ലെവല്, വരുന്നവർക്കൊക്കെ ആഘോഷമാക്കാൻ പറ്റിയ ടൈം കേട്ടോ. പൊളി 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 നൈറ്റ് ലൈഫ് പൊളിച്ച് ഗൈസ്. പിന്നെ എന്തോരം ജനങ്ങളാണ് ഗൈസ്, ഇന്ത്യയിൽ പോലും ഉണ്ടാവില്ല എന്തോരം ജനങ്ങളാണ്. ഈ കണ്ട ജനങ്ങളൊക്കെ എങ്ങോട്ടാ പോണേ? രാത്രി കൊടും തണുപ്പത്ത് ഇത്രയും ജനങ്ങൾ ഗൈസ്. വാവ്, ന്യൂ ഇയർ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയർ കൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിയാൻ ടൈം ഉണ്ടാവില്ല. ചൈനീസ് ന്യൂ ഇയർ ആട്ടോ പറയുന്നത്. അതിങ്ങോട്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിയാൻ ടൈം ഉണ്ടാവില്ല. ഇവിടെ